നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നാടൻ കോഴിപ്പെരട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക, ഓളും ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഷെയറും ചെയ്യുക. വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഒരു പാന് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് തീ കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കൊടുക്കുക. കറിവേപ്പ്, ഇത് നല്ല ഫ്രഷ് കറിവേപ്പില എൻ്റെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് ഞാനിത് അടർത്തിയെടുത്തത്. നല്ല ഒരു കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള നല്ല കറിവേപ്പിലാണ് എടുക്കുന്നത്. ഞാനിത് എൻ്റെ പാചകത്തിനല്ല, നല്ല ഫ്രഷ് കറിവേപ്പില തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ. വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇടണം. ഇതിലേക്ക് അരക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയതാണ്, അത് ചേർത്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്ന് ഒരു മണം മാറി വരാൻ വേണ്ടി നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. പച്ചമുളക് ഏകദേശം നല്ല മണം മാറി വരുന്നുണ്ട് അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴറ്റി എടുക്കേണ്ടതാണ്. ചിക്കൻ നിന്ന് വേകേണ്ടതാണ്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് നിന്ന് കുറച്ച് നേരം വേകേണ്ടത് ആവശ്യമുണ്ട്. സാധാരണ കുക്കറിലൊക്കെ വേവിച്ചിടാം, പക്ഷേ അത് ടേസ്റ്റ് വ്യത്യാസം വരും. നമുക്ക് ഇതിൽ തന്നെ നിന്ന് വേകേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് സമയം കൂടുതലെടുത്ത് ചെയ്യണം, അതായിരിക്കും നല്ല ഏറ്റവും ടേസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും.
ഉള്ളി ഒന്ന് വഴണ്ട് വരുവാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് രുചിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ. ഒന്ന് ഇതിലേക്ക് ഉള്ളി ഏകദേശം പകുതി വേഗമാകുമ്പോഴേക്കും അതിൽ ഞാനൊരു 4 ടൊമാറ്റോ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ അടച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളിയും കൂടെ ഒന്ന് ടൊമാറ്റോ ഒന്ന് വെന്ത് വരട്ടെ. അടപ്പ് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിരുന്ന ഇത് 1.5 കിലോ നാടൻ ചിക്കനാണ്. നാടൻ കോഴിയുടെ പെരട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളിയും എല്ലാം കൂടെ നല്ല മസാല നല്ല മിക്സായി വരേണ്ട ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിനകത്തുള്ള സവോളയുടെയും തക്കാളിയുടെയും ഇഞ്ചി എല്ലാത്തിൻ്റെയും കൂടെ ആ മസാലയിലാണ് ഈ കോഴി നിന്ന് വേകേണ്ടത്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കാൻ വയ്ക്കാം. കൂടുതൽ തീ കൊടുക്കേണ്ട, കുറേശ്ശെ മതി. നമുക്കിത് നിന്ന് വേകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കുറേ സമയം എടുക്കും നമുക്കിത് വെന്ത് വരാൻ. അങ്ങനെ നല്ല രുചിയായിരിക്കും. ഒരു നാടൻ ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റേതായ സമയമെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല രുചിയായിരിക്കും. നമുക്ക് വെള്ളം ചേർക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റിയാണത്. വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുന്നതാണ്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയുമാണ് ഇതിനകത്ത് മസാല റെഡിയാക്കുന്നത്. ഇത് ഒന്ന് വറുത്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായിട്ട് ബ്രൗണായി വരണം.
മസാല ആയിട്ടുണ്ട്. ഇതിന് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ഇപ്പോൾ ഏകദേശം വേവ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല അരച്ചാണ് ചേർക്കുന്നത്. നന്നായിട്ട് വറുത്തെടുത്ത് അരച്ച് ചേർത്താണ് എടുക്കുന്നത്. മസാല ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ അത് ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് നേരം കൂടെ ഇതിൽ നിന്ന് നല്ലതുപോലെ കുറച്ചുകൂടെ വേകണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടി കുറച്ച് നേരം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പുതിയ പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.